ഹായ് ഓൾ. നിങ്ങളുടെ ജീവിതം മാന്ത്രികമാണോ? നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നന്ദി എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനാകുമോ? നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രധാന മേഖലകളിലേക്കും ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. ധനം, ആരോഗ്യം, സന്തോഷം, തൊഴിൽ, കുടുംബം, ബന്ധങ്ങൾ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും സമൃദ്ധവും മനോഹരമായ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ നന്ദി പ്രയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി മാന്ത്രികത നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയാകുന്നു. എന്നാൽ ശുഷ്കവും ശൂന്യവുമായ മേഖലകൾക്ക് നന്ദിയില്ലായ്മ കാരണമാകുന്നു. ഇത് ലളിതമായൊരു വസ്തുതയാണ്. നിങ്ങൾക്ക് നന്ദിയില്ലെങ്കിൽ, അതായത് കൃതജ്ഞതയില്ലെങ്കിൽ, നിങ്ങൾക്ക് കൂടുതലായൊന്നും തിരികെ ലഭിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികത തുടരുന്നതിന്, മാജിക് തുടരുന്നതിന് നിങ്ങൾ നിർത്തലാക്കി എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് നന്ദിയില്ലെങ്കിൽ മികച്ച ആരോഗ്യം, മികച്ച ബന്ധങ്ങൾ, കൂടുതൽ സന്തോഷം, കൂടുതൽ പണം, തൊഴിൽ മികവ്, ബിസിനസ് എന്നിവയുടെ ഒഴുക്ക് തന്നെ നിലച്ചുപോകും. നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നൽകിയേ തീരൂ. അതാണ് നിയമം. കൃതജ്ഞത എന്നാൽ നന്ദി പറയലാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ മാന്ത്രികതയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് സ്വീകരിക്കുന്നതിൽ നിന്നും അകന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിസ്സാരമായി കാണുന്നു എന്നതാണ് കൃതജ്ഞതയില്ലായ്മയുടെ പ്രധാന ആശയം. നമ്മൾ കാര്യങ്ങളെ അല്ലെങ്കിൽ നേട്ടങ്ങളെ ലഘുവായി കാണുമ്പോൾ മനഃപൂർവ്വമല്ലാതെ നമ്മളിൽ നിന്ന് തന്നെ മനസ്സമാധാനം അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് തന്നെ നമ്മൾ ആകർഷിക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നിസ്സാരമായി കാണുമ്പോൾ അനന്തരഫലമെന്ന പോലെ അത് നമ്മളിൽ നിന്ന് എടുക്കപ്പെടും. അവനായാലും അല്ലെങ്കിൽ അവളായാലും ഉള്ളതിനോട് നന്ദിയുള്ളവരായില്ലെങ്കിൽ ആ ഉള്ളതും കൂടി എടുക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നിങ്ങൾ തീർച്ചയായും നന്ദിയുള്ളവരായിരുന്നിരിക്കാം. എന്നാൽ നിങ്ങളുടെ നിലവിലെ ചുറ്റുപാടിൽ മാറ്റവും മാന്ത്രികതയും കാണണമെങ്കിൽ നിങ്ങൾ നന്ദി പരിശീലിക്കുകയും അത് നിങ്ങളുടെ ജീവിത രീതി ആക്കുകയും വേണം. ശരിക്കും അറിവ് ഒരു നിധിയാണ്, എന്നാൽ പരിശീലനമാണ് അതിൻ്റെ താക്കോൽ. പൗരാണിക മിത്തുകളും ഐതിഹ്യങ്ങളും പറയുന്നത് മാന്ത്രികത കൊണ്ടുവരാൻ ഒരു വ്യക്തി ആദ്യം പറയേണ്ടത് മാന്ത്രികതയുള്ള വാക്കുകളാണെന്നാണ്. അതായത് കൃതജ്ഞതയിലൂടെ മാന്ത്രികത കൊണ്ടുവരാനും ഇതേ വഴി തന്നെയാണ്. നിങ്ങൾക്ക് നന്ദി എന്ന മാന്ത്രിക വാക്കുകളാണ് ആദ്യം പറയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നന്ദി എന്ന വാക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് ഇതിൽ വിശദീകരിച്ചാലും തീരില്ല. കൃതജ്ഞതയിൽ ജീവിക്കാനും ജീവിതത്തിൽ മാന്ത്രികത അനുഭവിക്കാനും നിങ്ങൾക്ക് നന്ദി എന്ന രണ്ട് വാക്കുകൾ നിങ്ങൾ മനഃപൂർവ്വം പറയുകയും മറ്റു വാക്കുകളേക്കാൾ നന്നായി അനുഭവിക്കുകയും ചെയ്യണം. അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കുകയും വേണം. നിങ്ങൾക്ക് നന്ദി എന്നത് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് എന്നതിൽ നിന്നും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു പാലം തന്നെയാണ്. നന്ദി എന്ന മാന്ത്രിക വാക്ക് മനഃപൂർവ്വം ചിന്തിക്കുകയും പറയുകയും ചെയ്യണം. നന്ദി എന്ന വാക്ക് മനഃപൂർവ്വം കൂടുതലായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ കൂടുതൽ കൃതജ്ഞത നിങ്ങൾക്ക് അനുഭവിക്കാനാകും. എത്രത്തോളം നന്ദി നിങ്ങൾ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം സമൃദ്ധമായി നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. നന്ദി ഒരു അനുഭവമാണ്. അതായത് കൃതജ്ഞത പരിശീലിക്കുന്നതിൻ്റെ പരമമായ ലക്ഷ്യം മനഃപൂർവ്വം കൃതജ്ഞത നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം അനുഭവിക്കുക എന്നതാണ്. എന്തെന്നാൽ അനുഭവത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികതയ്ക്ക് ആക്കം കൂട്ടുന്നത്. കൊടുക്കുന്നത് കിട്ടുന്നു എന്ന ന്യൂട്ടൺ നിയമപ്രകാരം നിങ്ങൾ കൊടുക്കുന്നതിന് തുല്യമായി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു. അതിനർത്ഥം നിങ്ങൾ കൃതജ്ഞതയെന്ന അനുഭവം എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുവോ ഫലങ്ങൾ അതിന് അനുസൃതമായി വർദ്ധിക്കുമെന്നതാണ്. അനുഭവം സത്യസന്ധമാണെങ്കിൽ, കൃതജ്ഞത ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും അതിവേഗം മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു പരിശീലനത്തിലൂടെ തന്നെ കൃതജ്ഞത ഉൾക്കൊള്ളിക്കാൻ എളുപ്പമാണെന്ന് തന്നെ നിങ്ങൾ കണ്ടെത്തും. ഇതിൻ്റെ മാന്ത്രിക ഫലങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ പഴയ ജീവിത രീതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും തിരിച്ചു പോകില്ല. കൃതജ്ഞത നിങ്ങൾ കുറച്ചാണ് ശീലിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ കുറച്ചു മാറ്റമേ ഉണ്ടാകൂ. എന്നാൽ ദിവസവും ധാരാളമായി നന്ദിയുടെ പ്രയോഗം നിങ്ങളുടെ ലൈഫിൽ വരുത്തിയാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധം നാടകീയമായി നിങ്ങളുടെ ജീവിതം മാറുന്നത് അത്ഭുതപ്പെട്ട് നിങ്ങൾ അനുഭവിച്ച് നോക്കിക്കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി തന്നെ കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നുണ്ട്. ബൈ, ടേക്ക് കെയർ.